ഇന്ന് ഒക്ടോബർ 7 ചൊവ്വാഴ്ച 2025 ഒക്ടോബർ 7 ചൊവ്വ മുതൽ 16 വ്യാഴം വരെ രാമപുരം സെൻറ്റ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയിൽ വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെ ഫാദർ അഗസ്റ്റിൻ തേവർപറമ്പിൽ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഈ വാർത്ത എൻ്റെ കണ്ണിൽപ്പെട്ടപ്പോൾ മനസ്സിൽ തേവർപറമ്പിൽ കുഞ്ഞച്ചനുമായി വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെ ജീവിതമല്ല എങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവ ചിത്രം കടന്നു വന്നു. വളരെ മാതൃകാപരമായി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് ഫാദർ അഗസ്റ്റിൻ തേവർപറമ്പിൽ. വിശുദ്ധിയുടെ പടവുകൾ ദൈവദാസൻ, ധന്യൻ, വാഴ്ത്തപ്പെട്ടവൻ വരെ എത്തി. ഇനി വിശുദ്ധ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ എന്ന ഒരു നാമകരണത്തിന് വേണ്ടി മലയാളികൾ മാത്രമല്ല ഭാരതീയർ, സാർവത്രിക കത്തോലിക്ക സഭ ഒന്നടങ്കം വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടി കാത്തിരിക്കുകയാണ് ആ ധന്യ നിമിഷത്തിന് വേണ്ടി. ഒരു വ്യക്തി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തി ജീവിച്ചിരുന്ന കുടുംബവും ഇടവകയും ആ പ്രദേശവും, എന്തിന് അദ്ദേഹം ഉൾപ്പെട്ട റീത്ത് പോലും ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തപ്പെടുകയും വിശ്വാസ തീഷ്ണതയിൽ പുത്തൻ നവചൈതന്യമായി ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഇതാണല്ലോ വിശുദ്ധ പ്രഖ്യാപനങ്ങളെ ഏറ്റവും പരിപാവനമായി നാം കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വിശുദ്ധിയുടെ പടവുകളിലേക്ക് നടന്നെടുക്കുന്ന ഈ മഹാവ്യക്തിത്വത്തെ നമ്മുടെ മുമ്പിൽ ഇന്നും എന്നും അവതരിപ്പിക്കേണ്ടതും പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും വിവിധ മാധ്യമങ്ങളിലൂടെയാണ്. ഇവിടെ ഉദ്ദേശിച്ചത് പത്രമാധ്യമങ്ങളോ ടെലിവിഷൻ മാധ്യമങ്ങളോ ഒന്നുമല്ല. തിരുസ്വരൂപങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഛായാചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ അഥവാ അദ്ദേഹത്തെക്കുറിച്ചുള്ള രചനകൾ, ഇവയൊക്കെയും സർവ്വയിടത്തിലും സംലബ്ധമാകും തോറും ജനങ്ങൾ മൺമറഞ്ഞുപോയ ആ വ്യക്തിത്വത്തെ ഹൃദയത്തിലും ആത്മാവിലും വീണ്ടും ഉയർപ്പിച്ച് വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കും. ഇവിടെ അങ്ങനെ കാത്തു സൂക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ വളർച്ചയോ ആ വ്യക്തിയുടെ പ്രശസ്തിയോ അല്ല, മറിച്ച് അദ്ദേഹത്തിന് തനതായ ഒരു വ്യക്തിത്വം രൂപീകരിച്ചെടുക്കുവാനായി യുഗങ്ങൾക്ക് മുൻപേ ജനതകളുടെ ഇടയിലേക്ക് കടന്നു വന്ന ദൈവശക്തി, ദൈവവചനം, ദൈവം തന്നെയായ മിശിഹ, ഈശോ, കർത്താവ്, ഈശോ മിശിഹ എന്നൊക്കെ പറയുന്ന, നാം അനുഭവിച്ചറിയുന്ന, നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറമേയും നാം ആയിരിക്കുന്നിടത്തും നമ്മുടെ ഈ പ്രപഞ്ചത്തിലും അതിനു ചുറ്റിനും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദൈവ ചൈതന്യത്തെ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ എന്ന വ്യക്തിയിലൂടെ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു. സർവ്വവിശ്വാസങ്ങളിലും പെട്ടവർ, സർവ്വവർഗങ്ങളിലും മതങ്ങളിൽ, ഭാഷകളിൽ, രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾക്ക് അപ്പുറമുള്ളവർ, എന്തിന് ഇനി വരും യുഗങ്ങളിൽ ഗോളാന്തരങ്ങൾക്കപ്പുറം വരെയുള്ളിടത്തേക്ക് ഓരോ കൊച്ചു ജീവിതവും ഉയർത്തപ്പെടുകയും ഉണർത്തപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വിശുദ്ധ പ്രഖ്യാപനത്തിലൂടെ നടക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള വലിയ ഒരുക്കത്തിലാണ് പാലാരൂപത. വിശുദ്ധ ചാവറയച്ചൻ്റെ വിശുദ്ധ പ്രഖ്യാപനത്തിന് മറ്റേത് രൂപതകളെ കഴിഞ്ഞ് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും കണ്ണിലെ കൃഷ്ണമണി പോലെ ആ സംഭവത്തെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ശ്രമിച്ചതുമൊക്കെ പാലാരൂപതയും
പാലാരൂപതയിലെ രൂപതാധ്യക്ഷനുമൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഓർമ്മയിൽ വന്ന ചരിത്ര സംഭവം അത് മറ്റാരെയും വിഷമിപ്പിക്കാനാണ് എന്ന് ചിന്തിക്കരുത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും നല്ലതാകണമെന്നൊന്നുമില്ലല്ലോ. കാരണം നമ്മളാരും ദൈവങ്ങളും ദൈവമനുഷ്യരുമൊന്നുമല്ല. സംഭവം ഇതാണ്. തേവർപറമ്പിൽ കുഞ്ഞച്ചൻ വാഴ്ത്തപ്പെട്ടവനായപ്പോഴാണോ അതോ ഇനി അദ്ദേഹം ധന്യനായിട്ട് ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോഴാണോ എന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും എനിക്ക് വലിയ ആവേശമായി. ഞാനൊരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ രാമപുരത്തിന് യാത്രയാവുകയാണ്. വലിയൊരു പ്രാർത്ഥനയോടുകൂടിയാണ് രാമപുരത്തിന് യാത്രയാകുന്നത്. അവിടെ ചെന്ന് രാമപുരത്തെ വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെ സ്റ്റോളിൽ ചെന്ന് അവിടെ ഉള്ളതിലെ ഏറ്റവും വിലപിടിപ്പുള്ള തിരുസ്വരൂപം വാങ്ങിക്കൊണ്ട് വരണം. പ്രാർത്ഥനാപൂർവം അത് കൊണ്ടുവന്ന് ഞാൻ അംഗമായിരിക്കുന്ന പ്രധാന ആശ്രമത്തിൻ്റെ ദേവാലയത്തിലോ ആരാധനാ സ്ഥലത്തോ 10 ജനങ്ങൾ കൂടുന്നിടത്തോ കൊണ്ടുവന്ന് സ്ഥാപിക്കണം. അങ്ങനെ ആ തിരുസ്വരൂപത്തിലൂടെ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെ ചിന്തകളിലേക്ക് സർവ്വരും ആകർഷിക്കപ്പെടണം. ഈ വലിയ ലക്ഷ്യവുമായി ഞാൻ അവിടെ കടന്നു ചെന്നു. സ്റ്റോളിൻ്റെ ചാർജായിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ഏറ്റവും നല്ല രൂപം നോക്കിയെടുത്ത് തന്നു. ഒരു കാര്യം പറയട്ടെ, ഏറ്റവും നല്ല രൂപം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല രൂപം. അത് ഏറ്റവും ക്വാളിറ്റി കൂടിയതാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. എന്താണെങ്കിലും ആ രൂപം പൊതിഞ്ഞ് ആ തിരുസ്വരൂപം കേടുകൂടാതെ ഞാൻ അംഗമായിരിക്കുന്ന ആശ്രമ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോൾ അവിടെ തീഷ്ണത ഏറെയുള്ള ഒരു വല്യച്ഛനുണ്ടായിരുന്നു. വല്യച്ഛൻ പെട്ടെന്ന് ആ രൂപം മേടിച്ചിട്ട് നമുക്കിത് വേഗം പള്ളിയിൽ കൊണ്ടുപോയി വെഞ്ചിരിച്ച് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രൂപവുമായി പള്ളിയിലേക്ക് ഓടി. നമുക്കറിയാമല്ലോ, ഒരു സന്യാസ ആശ്രമ ദേവാലയത്തിൽ രൂപതയുടെ നേരിട്ട് കീഴിലുള്ളതാണെങ്കിലും അല്ലെങ്കിലും അവിടെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ്, ഇങ്ങനെയൊരു പ്രവൃത്തിയൊക്കെ പ്രത്യക്ഷമായിട്ട് കൊണ്ടുപോയി വയ്ക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും വേണ്ടത്ര അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഭക്തി തീക്ഷ്ണതയിൽ മുറ്റി നിന്ന ഈ വൈദികൻ ഇതിപ്പോൾ തന്നെ നമുക്ക് പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കണമെന്നുള്ള വാശിയിൽ അദ്ദേഹം പോയി. ഞാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. അപ്പം ഞാൻ പറഞ്ഞു, വിശുദ്ധനായി കഴിയുമ്പോഴാണ് ഒരാളുടെ തിരുസ്വരൂപം പള്ളികളിൽ പ്രത്യേകമായിട്ടെടുത്ത് വയ്ക്കുന്നത്. പക്ഷേ ഇദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായെന്നാണ് എൻ്റെ വിശ്വാസം ആ സമയത്ത്. അപ്പം വാഴ്ത്തപ്പെട്ടവനായാൽ അൾത്താരെ വണങ്ങാം, അതുകൊണ്ട് നമുക്ക് അൾത്താരെ തന്നെ വയ്ക്കാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈ അച്ഛൻ വളരെ തീക്ഷ്ണതയോടുകൂടി ആ രൂപമെടുത്ത് അൾത്താരയിൽ വെച്ച്, അൾത്താരയിലെ പ്രധാന ബലിപീഠത്തിൽ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ വെച്ചാൽ ഇത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഉടനെ തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റ് 2 രൂപങ്ങൾ അൾത്താരയുടെ 2 വശത്തായിട്ട്, ഒരു സ്ഥലത്ത് അമ്മ ത്രേസ്യായുടെയും നേരെ എതിർ സൈഡിൽ വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെയും രൂപമുണ്ട്. ആ യോഹന്നാൻ ക്രൂസിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് കുറച്ച് സ്പേസ് കിടപ്പുണ്ട്. അവിടെ കൊണ്ടുപോയി അദ്ദേഹം തന്നെ എൻ്റെ സാന്നിധ്യത്തിൽ ഈ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെ തിരുസ്വരൂപം കൊണ്ടുപോയി സ്ഥാപിച്ചു. അതിനുശേഷം ഞങ്ങൾ ദേവാലയത്തിൽ നിന്ന് മടങ്ങി ഭക്ഷണശാലയിൽ ആശ്രമാംഗങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുകയാണ്. അപ്പോൾ അതിനിടയിൽ ഒരാൾ പറഞ്ഞു, നമ്മുടെ ദേവാലയത്തിൽ പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്, നമ്മുടെ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ കൂടി. അത് ഞങ്ങളുടെ ആശ്രമത്തിലെ ശ്രേഷ്ഠൻ മുഖ്യവികാരി കേൾക്കുവാനിടയായി. ചിലർ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, എവിടെയോ കിടന്നൊരു രൂപം കൊണ്ടുവന്ന് പള്ളിക്കകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ദേവാലയത്തിൽ ചെന്ന് നോക്കി.
താനറിയാതെ പള്ളിക്കകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ രൂപം എടുത്ത് അദ്ദേഹം നല്ല തീഷ്ണതയുള്ളവനായിരുന്നുകൊണ്ടും എടുത്തുചാട്ടക്കാരനല്ലായിരുന്നതുകൊണ്ടും അത് തല്ലി ഉടച്ച് കളയാതെ അത് ആ ദേവാലയത്തിൽ നിന്നും എടുത്ത മറ്റ് ഉപയോഗശൂന്യമായ രൂപങ്ങളൊക്കെ, പള്ളി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി ഇട്ടു എന്ന് പറയുന്നത് ശരിയല്ല, അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, അവിടെ കൊണ്ടുപോയി വെച്ചു. ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ രൂപം കാണാനില്ല. ഞാൻ അതിലെല്ലാം കുറേ നേരം തപ്പി നടന്നു. നല്ല വില കൊടുത്ത് മേടിച്ചതാണ് എന്നെ സംബന്ധിച്ച് അന്ന് ആ തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു തുകയാണ്. ആ തുകയല്ല, അതിലപ്പുറം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ആ ദേവാലയത്തിലൂടെ ഉയർന്നു വരണമെന്നുള്ള ആഗ്രഹത്തിൽ വാങ്ങിക്കൊണ്ട് വന്നു. അതിൻ്റെ ക്രമച്ചട്ടങ്ങളും നിയമങ്ങളും വരുത്തുന്നതിന് മുമ്പ് തന്നെ തീക്ഷ്ണതയേറിയ വല്യച്ഛൻ അത് വേഗം തൻ്റെ കൈകളാൽ തന്നെ സ്ഥാപിക്കാനായിട്ടുള്ള ആവേശത്തിൽ അതവിടെ കൊണ്ടുപോയി വെച്ചു. എന്തായാലും കൊള്ളാം. തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ പിന്നാമ്പുറങ്ങളിലേക്ക് തഴയപ്പെട്ടു. വിശുദ്ധരൊക്കെ ഇങ്ങനെയാണ്. അവരുടെ ജീവിതകാലത്ത് അവർക്ക് അർഹമായ സ്ഥാനങ്ങളിൽ നിന്നും അവരെ ഉയർത്തേണ്ട അവസ്ഥകളിൽ നിന്നും പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിയിട്ട് തമസ്കരിക്കുക എന്നത് അവരുടെ വിശുദ്ധിയുടെ തന്നെ ഭാഗമായിട്ട് അത്യാവശ്യം സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചനാണ്. അന്ന് ആ രൂപം പിന്നാമ്പുറത്തേക്ക് തള്ളിയതിന് അവർ നൽകിയ ന്യായം ഇതാണ്: ഇത്രയും മനോഹരമായ സ്വർഗീയമായ പ്രകാശം പരത്തുന്ന അനേകം വിശുദ്ധാത്മാക്കൾക്ക് ഒപ്പം കൊണ്ടുപോയി ഇങ്ങനെ ഒരു രൂപം കൊണ്ടുപോയി വയ്ക്കുന്നത് എന്തൊരു ഫോഷ്കത്തരമാണ് എന്ന ആക്രോശത്തോടു കൂടിയാണ് അതിനെ പലരും കണ്ടത്. പ്രിയമുള്ളവരെ, മുറിവേറ്റ ക്രിസ്തുവിൻ്റെ തിരുമുഖം അഴകോ ആകാര ഭംഗിയോ ഇല്ല. അവ അൾത്താരയുടെ മുഖഭാഗത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ തന്നെ അംശമായ, നമ്മുടെ തന്നെ കാരണഭൂതനായ, ദൈവം തന്നെയായ ദൈവപുത്രനായ മിശിഹ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട മഹാബലിയുടെ ശ്രേഷ്ഠസ്ഥാനത്ത് ഉയർത്തപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖസൗന്ദര്യമോ അദ്ദേഹത്തിൻ്റെ നിറമോ അദ്ദേഹത്തിൻ്റെ മിഴിവോ ഒന്നുമല്ല അവിടെ ഉയർത്തപ്പെടുന്നതും ഉണർത്തപ്പെടുന്നതും ത്യാഗത്തിൻ്റെ ബലിയാണ്. മഹാജീവിത ത്യാഗത്തിലൂടെ ആയിരങ്ങൾക്ക് അത്താണിയായവൻ, അനേകം സാധുജനങ്ങളിലേക്ക് സഭയുടെ ശുശ്രൂഷകളെ എത്തിക്കണമെന്ന് സ്വന്തം ലാളിത്യ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാവിശുദ്ധൻ, വിശുദ്ധനായിട്ട് ഉയർത്തപ്പെട്ടില്ല എങ്കിലും വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ വിശുദ്ധിയുടെ ചിന്തകൾ, പടികൾ നമ്മുടെ വേദപ്രചാര വേദികളിലേക്ക് നാം സസൂക്ഷ്മം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ രാമപുരത്ത് നടക്കുന്ന വിശേഷ പ്രാർത്ഥനകൾ, ചിന്തകൾ ഒക്കെയും വലിയൊരു അനുഭവമായി അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങും എന്നതിനെക്കുറിച്ച് സംശയിച്ചിട്ട കാര്യമില്ല. ഇവിടെ ഈ ഒരു അനുഭവ ചിത്രം പങ്കുവെച്ചത് എന്തിനെന്ന് എനിക്ക് പോലും അറിയില്ല. ഇങ്ങനെയൊരു അനുഭവ ചിത്രം ഇപ്പോൾ ഇവിടെ പങ്കുവയ്ക്കണമെന്ന് തോന്നി, അതങ്ങ് പറഞ്ഞു. അതിലൊരംശം മാത്രം എടുത്താൽ മതി. ഒക്ടോബർ 7 മുതൽ 16 വരെയുള്ള ദിവസങ്ങൾ പ്രസ്തുത ദേവാലയത്തിൽ നടക്കുന്ന വചനപ്രഘോഷകരിലൂടെ, ദിവ്യബലികളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ആ മഹാവ്യക്തിത്വത്തെ നമ്മുടെ ഭാഗമാക്കേണ്ട ആവശ്യകത സൂചിപ്പിക്കുന്നു. അതിനുള്ള അവസരം നൽകുന്നു. എത്രയും വേഗത്തിൽ വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടട്ടെ. അദ്ദേഹത്തിൻ്റെ മാതൃകയിൽ
ആയിരക്കണക്കിന് അച്ഛന്മാരും സിസ്റ്റർമാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ. അത് സാർവത്രിക കത്തോലിക്കാ സഭയുടെയും എല്ലാ റീത്തുകളുടെയും വളർച്ചയ്ക്കും സർവോപരി ദൈവത്തെ സർവ്വജനങ്ങളിലും എത്തിക്കുന്നതിനുമുള്ള ഒരു മാധ്യമമായി മാറും ഈ ചിന്ത ഇവിടെ ഇപ്പോൾ സമാപിപ്പിക്കുന്നു.